Hi all, good evening. നമ്മൾ RRBJയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. First question, a singly reinforced concrete beam of balanced section is made up of M20 grade concrete and Fe415 grade steel bars. The magnitudes of maximum compressive strain in concrete and tensile strain in the bars at ultimate state under flexure as per IS 456-2000 are dash respectively. Round off to 4 decimal places. അതായത് നമുക്കൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഉണ്ടെന്ന് വിചാരിക്കാം. ലൈക്ക് സിംഗ്ലി റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു വിൽ ബി ഹാവിങ് ഓൺലി വൺ റീഇൻഫോഴ്സ്മെന്റ് അല്ലേ, അതായത് നമുക്ക് ടെൻസൈൽ സോണിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ബീമിന് നമുക്ക് മാക്സിമം കംപ്രസീവ് സ്ട്രെയിനും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെയിനും ആണ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം സ്ട്രെയിൻ ഡയഗ്രാം ഇസ് ലീനിയർ അല്ലേ, ലീനിയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കംപ്രസീവ് സ്ട്രെയിൻ ഒരു വാല്യൂ ഉണ്ടാവും, ടെൻസൈൽ സ്ട്രെയിൻ ഒരു വാല്യൂ ഉണ്ടാവും. രണ്ടിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യാം. 0.0035 and 0.0038, 0.0020 and 0.0018, 0.0035 and 0.0041, 0.0020 and 0.0031. യെസ്, നമുക്ക് എന്തായാലും കംപ്രഷനിലുള്ളത് 0.0035 ആണെന്ന് അറിയാം. മറ്റേത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? 0.02 പ്ലസ് 0.87 FY by ES. ഈ ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വിൽ ഗെറ്റ് ദ വാല്യൂ 0.0038. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫില്ലറ്റ് വെൽഡഡ് ലാബ് ജോയിന്റ് as shown in figure. The length of the weld shown is the effective length. The welded surface meet at right angle. The weld size is 8 mm. The permissible stress in the fillet weld is 120. What is the safe load that can be transmitted by this welded joint? ഈ welded joint എടുക്കാവുന്ന സേഫ് ലോഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർമിസിബിൾ സ്ട്രെസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? പെർമിസിബിൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് എന്താ സേഫ് ലോഡ് കിട്ടും അല്ലേ. നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പം നമുക്ക് എത്ര ലോഡ് ബൈ ഏരിയ ആണ്, എത്ര ലോഡ് കിട്ടും എന്നറിയാൻ വേണ്ടി സ്ട്രെസ്സിന് എന്ത് ചെയ്താൽ മതി? ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? എൽ എഫക്റ്റീവ് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി സൈസ് തന്നിട്ടുണ്ട്. പറഞ്ഞു ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഡാഷ്ഡ് ലൈൻസ് ആഡ് ചെയ്തെടുത്താൽ മതി അല്ലേ. അപ്പോൾ 75 + 75 + 50, അപ്പോൾ എത്ര വരും? നമുക്ക് 200 വരും അല്ലേ. നോക്കിക്കേ, എൽ എഫക്റ്റീവ് 75 + 75 150 + 50 200. അപ്പോൾ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 75 + 50 + 75 ഇൻറ്റു ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.7 ടൈംസ് സൈസ് ഓഫ് ദ വെൽഡ്. സൈസ് ഓഫ് ദ വെൽഡ് എത്രയാണ്? 8 mm ആണ്. ലോഡ് കണ്ടുപിടിക്കാനായിട്ട് 150 ഇൻറ്റു 5.6 ഇൻറ്റു സ്ട്രെസ് എത്ര? 120. When you do, you will get the answer as 134 kilonewton കിട്ടും. ഇങ്ങനത്തെ ചോദ്യം എല്ലാ റെയിൽവേ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള കേട്ടോ. ഓപ്ഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് റെയിൽവേ എക്സാമിന് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Next question, consider a doubly reinforced RCC beam with the option of using either Fe250 plain bars or Fe500 deformed bars in the compression zone.
ഡബിളി റീഇൻഫോഴ്സ്ഡ് RCC ബീമാണ്. അതിൽ നമുക്ക് ഒന്നെങ്കിൽ FE250 പ്ലെയിൻ ബാസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ FE500 ഡീഫോംഡ് ബാസ് കംപ്രഷൻ സോണിൽ ഉപയോഗിക്കാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ is 2 × 10⁵ Newton per mm². As per IS 456/2000, in which type of bars the stress in the compression steel can reach design strength 0.87 F5 at the limit state of collapse. നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ബാർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഡിസൈൻ സ്ട്രെങ്ത് 0.87 F5 എത്തുന്നത്. FE250 പ്ലെയിൻ ബാസ് only, FE500 deformed bars only, both FE250 and FE500, neither FE250 or FE500. ഏതാണ് നമുക്ക് പെട്ടെന്ന് എത്തുന്നത്? എന്തായാലും FE250 പ്ലെയിൻ ബാസ് ആണ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, a jet of water having a velocity of 20 meter per second strikes a series of plates fixed radially on a wheel revolving in the same direction as the jet at 15 meter per second. What is the percentage efficiency of the plate? നമുക്കൊരു ജെറ്റ് ഓഫ് വാട്ടർ ഉണ്ട്, അതിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊരു സീരീസ് ഓഫ് പ്ലേറ്റ് നമ്മൾ റേഡിയലി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിന് വന്ന് സ്ട്രൈക്ക് ചെയ്യുവാണ്. അത് ജെറ്റിന്റെ അതേ ഡയറക്ഷനിൽ 15 മീറ്റർ പെർ സെക്കൻഡിലാണ് റിവോൾവ് ചെയ്യുന്നത്. വാട്ട്സ് ദ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ഓഫ് ദ പ്ലേറ്റ്? എഫിഷ്യൻസി എങ്ങനെയാണ് കിട്ടുന്നത്? എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം വന്ന് തട്ടിയിട്ടുള്ള വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, വാട്ടർ പവർ അല്ലേ? ഇതാണ് എഫിഷ്യൻസി, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് FX ഇൻറ്റു U. ഓക്കെ, ഡിവൈഡഡ് ബൈ വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലാണ് വരുന്ന 12 mv². ഓക്കെ, ഇനി എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് F rho is the density, or you can write mass into what? V minus U, relative velocity into U divided by 12 mv². ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറൻസ് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 20 - 15 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു V ആണ് 20². divided by 20 into 20. 15 by 14, so 0.37 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ എഫിഷ്യൻസി ഇൻറ്റു 100 ഉണ്ട്. 0.37 ഇൻറ്റു 100, അതായത് 37.5, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൈനമാറ്റിക് വിസ്കോസിറ്റി is dimensionally represented as m/L²T, L²/T, m/LT, T²/L. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വെച്ച് തന്നെ ഇത് എഴുതാൻ പറ്റും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞേ. യെസ്, എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് നമുക്ക് അല്ലേ? അപ്പം മീറ്റർ ആകുമ്പം ലെങ്ത് സ്ക്വയർ ബൈ ടൈം, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, a fluid flowing steadily in a circular pipe of radius r has a velocity that is everywhere parallel to the axis.
അതായത് നമുക്ക് പൈപ്പിന്റെ സെൻട്രൽ ലൈനിലൂടെ പാരലൽ ആയിട്ടുള്ള വെലോസിറ്റി ഡയറക്ഷൻ ആണ്. ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ റേഡിയൽ ഡയറക്ഷൻ. അപ്പൊ റേഡിയൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ u into 1 minus small r by capital R the whole square, where r is the radial distance as measured from the pipe and u is the maximum velocity at r is equal to 0. Small r 0 ആകുമ്പോൾ ഉള്ള maximum velocity ആണ് capital U. The average velocity of the fluid in the pipe is. ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. ആവറേജ് വെലോസിറ്റി ഇസ് u by 2. Okay, അടുത്ത question. If water is flowing at the same depth in most hydraulically efficient triangular and rectangular sections, then the ratio of hydraulic radius of triangular section to that of the rectangular section. The same depthil നമുക്ക് most hydraulically efficient ആയിട്ടുള്ള triangular rectangular sectionലൂടെ വെള്ളം പോവുകയാണെങ്കിൽ hydraulic radius triangular sectionന്റെയും അതുപോലെ തന്നെ rectangular sectionന്റെയും ratio എത്രയായിരിക്കും? Triangular section എത്രയാണ് hydraulic radius? R is equal to y by 2 root 2 അല്ലേ? And for a rectangular section എത്രയാണ്? Y by 2. Triangular by rectangular ആണ് y by 2 root 2 into 2 by y. So 1 by root 2. Option D. Consider a two-dimensional flow through isotropic soil along x direction and z direction. If h is the hydraulic head, then the Laplace equation of continuity is expressed as. A direct question ആണ്. എച്ച് ഹൈഡ്രോളിക് ഹെഡ് ആണ്, അതുപോലെ തന്നെ നമുക്ക് ഐസോട്രോപിക് സോയിൽ ആണ്. അങ്ങനെയാണ് 2 ഡയമെൻഷനിൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി വേണ്ട, സോറി നമുക്ക് 2 ടേം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഡയറക്ഷനിലും സി ഡയറക്ഷനിലും ആണുള്ള 2 ഡയമെൻഷനിലാണ്. അപ്പോൾ വൈ വേണ്ട ഇവിടെ നമുക്ക്. അപ്പോൾ വൈ ഇല്ലാത്ത ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് 2 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. അപ്പം ഓപ്ഷൻ ഡി വരും. ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ എച്ച് സ്ക്വയർ എച്ച് ബൈ ഡോ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. ഇഫ് എ റീഇൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീം ഷോൺ ഇൻ ഫിഗർ, the nominal cover is provided at the bottom of the bar as per IS. Nominal cover എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫിഗർ പ്രകാരം. 30 mm, 50 mm, 42 mm, 36 mm. എത്രയാണ് ആൻസർ? യെസ്, 30 mm. അടുത്ത ക്വസ്റ്റ്യൻ. The degree of static indeterminacy of the plane frame shown in figure. Static indeterminacy കണ്ടുപിടിക്കാനാണ് പറയാം. ഇപ്പോൾ അത് എക്സ്റ്റേണൽ റിയാക്ഷൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 3, 5, ഇവിടെ 2, 7. അപ്പം നമുക്ക് ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി മീൻസ് RA minus 3. ദാറ്റ് ഇസ് എത്രയാണ്? 7 minus 3 which is equal to 4. ഓക്കെ, ഇനി ഇന്റേണൽ എങ്ങനെയാണ് കിട്ടുക? 3C മൈനസ് റിലീസ്ഡ് റിയാക്ഷൻ. സി എന്ന് പറഞ്ഞാൽ എത്ര ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്? 1, 2, 3, 4. 4 ആണല്ലേ. സോ 3 into 4, 12 മൈനസ് റിലീസ്ഡ് റിയാക്ഷൻ ഹിഞ്ച് ആണുള്ളത്. അപ്പോൾ ഹിഞ്ചിൽ 2 മെമ്പേഴ്സ് ആണ്. സോ -1. സോ 11. സോ ടോട്ടൽ എത്ര ആണ്? 15 വരും ആൻസർ. 11 plus 5, 11 plus 4, 15. ഇന്റേണൽ എക്സ്റ്റേണലോട് ആഡ് ചെയ്യുമ്പം യുവർ ആൻസർ വിൽ ബി 15.
Next question, a steel column is restrained against both translation and rotation at one end and is restrained only against rotation but is free to translate at the other end. Theoretical and design values respectively for effective length factor of the column are. ഇതാണ് ആൻസർ വരിക. IS 800 പകരം 1ഉം 1.2 ആണ്. സിമ്പിൾ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, the critical bending compressive stress in the extreme fiber of a structural steel section is 1000 megapascal. It is given that the yield strength of the steel is 250 megapascal, the width of the flange is 250 mm and thickness of the flange is 15 mm. As per the provision of IS 800-2007, the non-dimensional slenderness ratio of the steel cross section is. സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കിവിടെ ക്രിട്ടിക്കൽ ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുണ്ട്, ഈൽഡ് സ്ട്രെസ് തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ സ്ലെൻഡർനെസ് റേഷ്യോ? Okay, so lambda ആണ്, which will be equal to root of yield stress compressive stress. Yield stress എത്രയാണ്? 250 divided by 1000. 1/4, that is 1/2. So your answer is 0.5. Option A. അടുത്ത ചോദ്യം, ബെർണോളിസ് ഇക്വേഷൻ is applicable for viscous and compressive fluid, inviscid and compressible flow, inviscid and incompressible flow, viscous and incompressible flow. പറഞ്ഞോളൂ, ബെർണോളിസ് ഇക്വേഷൻ is applicable to ഏതാണ്? inviscid and incompressible flow. Option C. Next ചോദ്യം, two rectangular under reinforced concrete beam section X and Y are similar in all aspect except that the longitudinal compression reinforcement in section Y is 10% more. രണ്ട് rectangular under reinforced beam sections ഉണ്ട്, എക്സും വൈയും. അത് എല്ലാ തരത്തിലും സിമിലർ ആണ്, പക്ഷേ നമ്മുടെ സെക്ഷൻ വൈയിലുള്ള longitudinal compression reinforcement 10% more ആണ്. Which of the following statement is correct? Section X has less flexural strength and less ductile than section Y. Section X has less flexural strength but is less ductile than section Y. Section X and Y has equal flexural strength but different ductility. Section X and Y have equal flexural strength and ductility. അതായത് നമുക്ക് ഇങ്ങനെയുള്ളതിൻ്റെ ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും കമ്പയർ ചെയ്ത് പറയാനാണ്. ഈക്വൽ ആണോ കുറവാണോ എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് അതിനകത്ത് ലോങ്ജിറ്റ്യൂഡിനൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ വൈ ഇസ് 10% മോർ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് കൂടുതലാണ്. റീഇൻഫോഴ്സ്മെന്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റീഇൻഫോഴ്സ്മെന്റ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ സെക്ഷനിൽ സ്റ്റീൽ ഫെയിൽ ആവാനായിട്ട് സാധ്യത കുറയും. അതായത് ഡക്റ്റൈൽ ഫെയിലിയറിന്റെ ചാൻസസ് കുറയും. അപ്പം എന്തായാലും സെക്ഷൻ വൈ എന്ന് പറയുന്നത് സെക്ഷൻ എക്സ് എന്ന് പറയുന്നത് കൂടുതലാണ്. സെക്ഷൻ എക്സിനല്ലേ, സെക്ഷൻ വൈ എനിക്ക് 10% കൂടുതലാണ് അല്ലേ. നമ്മുടെ ലോങ്ജിറ്റ്യൂഡിനൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് കൂടുതൽ. അപ്പൊ കംപ്രഷനിലാണ് 10% കൂടുതൽ കിടക്കുന്നത്, ടെൻഷനിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും ടെൻഷനിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കുറവാണ്. വിച്ച് മീൻസ് സെക്ഷൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ എക്സ് ഇസ് ലെസ് ഡക്റ്റൈൽ ദാൻ വൈ അല്ലേ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ സെക്ഷൻ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വൈക്ക് 10% റീഇൻഫോഴ്സ്മെന്റ് കൂടുതലാണ്. അപ്പൊ 10% റീഇൻഫോഴ്സ്മെന്റ് കൂടുതൽ കൊടുക്കുവാണ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ എന്താണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്? ലെസ് ഡക്റ്റൈൽ ആണ്, അതുപോലെ തന്നെ ലെസ് ഫ്ലെക്സുറൽ സ്ട്രെങ്ത് ആണ്. ഓപ്ഷൻ എ. വൈക്കാണ് കൂടുതലായിട്ട് റീഇൻഫോഴ്സ്മെന്റ് ഉള്ളത്, അതുകൊണ്ട്. അടുത്ത ചോദ്യം, an RCC beam of rectangular cross section has factored shear of 200 kilonewton at its critical strength. Section. Its width is 250 mm and effective depth is 350 mm. Assume design shear strength of concrete as 0.62 mm square, Newton per mm square, and tau C max as 2.9.
8. If two-legged 10 mm diameter vertical stirrups of FE 250 grade steel are used, then the required spacing in centimeter. അതായത് നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പ്രകാരമുള്ള സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്പേസിംഗ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എസ് ബി സ്പേസിംഗ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ, അതായത് 0.87 ഇൻറ്റു എ എസ് ബി. ഇതാകുമ്പോൾ ഏരിയ ഇൻറ്റു ഡി ബൈ ഷിയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്പേസിങ് കിട്ടി. അപ്പം നമുക്ക് 0.87 ഇൻറ്റു എഫ് ഐയുടെ വാല്യൂ എത്രയാണ് ഇവിടെ? വി ആർ യൂസിങ് FE 250 അല്ലേ? Two-legged 10 mm diameter vertical stirrups ആണ്. So area of stirrup is equal to pi by 4 into 10 square into effective depth 350 divided by shear എത്രയാണ്? 200. So we'll get the spacing. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് നമ്മുടെ ഷിയേഴ്സ് VS എഴുതാൻ 200 എഴുതാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ പുറത്ത് വരുന്ന ഫാക്ടേർഡ് ഷിയർ ആണ് 200. ഈ 200ൽ കുറച്ച് ആരെടുത്തോളും? കോൺക്രീറ്റ് എടുത്തോളും. അതായത് ടൗസി ഇൻറ്റു ബി ഡി കോൺക്രീറ്റ് എടുത്തോളും. അപ്പോൾ 200 മൈനസ് 0.62 ഇൻറ്റു 250 ഇൻറ്റു 350. ഇതാണ് VS എന്ന് പറയുന്നത്. അതാണ് അവിടെ VSൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി 145. ഈ 145 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. So that you will get the spacing as 82 mm. ഒന്നുമില്ല, ഈ ഇക്വേഷൻ ഓർത്താൽ മതി. എസ് വൈ ഇസ് ഈക്വൽ ടു 0.87 FY ASV ഇൻറ്റു ഡി ബൈ വി എസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് VS എന്ന് പറഞ്ഞാൽ എത്ര ഷിയർ റെസിസ്റ്റ് ചെയ്യണം? 200 കിലോ ന്യൂട്ടൺ വരുന്നതിൽ കുറച്ച് കോൺക്രീറ്റ് എടുത്തോളും. ടൗസി ഇൻറ്റു ബി ഡി. Okay, അടുത്ത question. A structural member is subjected to compression, has both translation and rotation restrained at one end, while only translation is restrained at the other end. As per IS 456-2000, the effective length factor recommended for design is. എന്താണ്? നമുക്ക് both translation and rotation restrained at one end. അപ്പോൾ ഒരു എൻഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്. While translation is restrained at അതർ എൻഡ്. അതേതാണ്? ഹിഞ്ച്ഡ് ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് വരും? L by root 0.70, അപ്പോൾ 0.80 L. അടുത്ത question. For a given discharge in an open channel, there are two depths at which the same specific energy. These depths are known as alternate depth, critical depth, normal depth, sequent depth. You're calling it by the name എന്താണ്? കമൻറ്റ് നോക്കുവാണ്. ഓൾട്ടർനേറ്റ് ഡെപ്ത്. ആരും പറയുന്നില്ല, ഓൾട്ടർനേറ്റ് ഡെപ്ത് ആണ്. The next question. As per IS 456-2000, the minimum percentage of tensile reinforcement required in reinforced concrete of rectangular cross section using FE 500 steel. FE 500 ഉപയോഗിച്ചിട്ടുള്ള മിനിമം പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ്. മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? A0 by BD is equal to 0.85 by FI. 0.85 divided by FI യുടെ വാല്യൂ 500.
പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ് അപ്പോൾ ഇൻറ്റു 100. .17% അല്ലേ? Next question. According to IS 456-2000, which one of the following statement about the depth of neutral axis for a balanced section concrete is correct? XU balance. നമ്മുടെ neutral axis depth depends upon the grade of concrete only, depends upon grade of steel only, depends upon both grade of concrete and grade of steel, does not depend upon the grade of concrete and steel only. ഇതിപ്പോൾ ബാലൻസ്ഡ് ആണെങ്കിലും ഓവർ റീൻഫോഴ്സ്ഡ് ആണെങ്കിലും അണ്ടർ റീൻഫോഴ്സ്ഡ് ആണെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്? ഇറ്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ എന്തിനെയാണ്? ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഓൺലി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് എ 2 hinge തൽക്കാലം നമുക്ക് വേണ്ട. വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ആൻ ആക്സിയലി ലോഡഡ് short square column of 400 mm side to support a factored load of 1600 kilonewton. നമുക്ക് പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അറിയേണ്ടത്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേർഡ് ലോഡ്. പി യു എന്ന് പറയുന്ന ഫാക്ടേർഡ് ലോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 0.4 FCK AC പ്ലസ് 0.67 FY ASC. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, സോ നമുക്ക് ഫാക്ടേർഡ് ലോഡ് എത്രയാണ്? 1600 ആണല്ലേ? അപ്പോൾ കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ ആക്കാൻ 1600 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു FCKയുടെ വാല്യൂ എത്രയാണ്? M20 ആണല്ലേ? M20 ഇൻറ്റു ഏരിയ ഓഫ് കോൺക്രീറ്റ് വേണം നമുക്ക്. കോളം 400/400 സൈസ് ആണെങ്കിലും അതിൽ കുറച്ച് സ്റ്റീല് പോകുമല്ലോ. സോ 400/400 മൈനസ് അതിനകത്ത് സ്റ്റീല് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ FSC എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ഓക്കെ, പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലസ് 0.67 ഇൻറ്റു FYയുടെ വാല്യൂ 415 ഇൻറ്റു ASC. അപ്പോൾ ഇതിൽ നിന്ന് ആര് മാത്രമാണ് അൺനോൺ വരിക? ASC മാത്രമാണ് അൺനോൺ വരിക. AC 1184 mm² എന്ന് വരും. ഇത് പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് വരും? പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ് ഇസ് ഈക്വൽ ടു 1184 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 400. Option C 0.74%. Next question. A simply supported RCC one-way slab for an office floor has a clear dimension of 4/10 meter with 230 mm walls all around. What is the effective length of the slab? Take effective depth as 160 mm. സ്ലാബ് ആയതുകൊണ്ട് നമുക്ക് മിനിമം ഓഫ് L0 പ്ലസ് D അല്ലെ L0 പ്ലസ് വിഡ്ത്ത്. എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 4 പ്ലസ് 0.16, അതല്ലെങ്കിൽ 4 പ്ലസ് വിഡ്ത്ത് എത്ര? 0.23. 4.16ഉം 4.23 ഇതിൽ മിനിമം വാല്യൂ. ഓപ്ഷൻ ബി. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മിനിമം ആണ് എടുക്കേണ്ടത്. Next question. The members in which the entire cross section of the concrete has a uniform compressive pressure is called axial pre-stressing, a concordant pre-stressing, eccentric pre-stressing, non-distortional pre-stressing.
യൂണിഫോം കംപ്രസീവ് പ്രഷർ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഏതാണ്? ആക്സിയൽ പ്രീസ്ട്രസ്. അടുത്ത ചോദ്യം, ഫോർ M45 concrete as per IS 1343/2012 in pre-stress concretes, which is the correct value for autogeneous shrinkage? Into 10 raised to minus 6 ലാണ്. 45, 65, 75, 95. ശരിക്കും നമുക്ക് ഓട്ടോജീനിയസ് ഷ്രിങ്കേജ് ഏതിനൊക്കെയാണുള്ളത്? M30ക്കുണ്ട്, M35നുണ്ട്, അതുപോലെ തന്നെ M45നുണ്ട്. ഈ 3 വാല്യൂസും ചോദിക്കാറുണ്ട്. ഓക്കെ, 30ക്ക് 35, 35ക്ക് 45 ആൻഡ് 45ക്ക് 65. സോ ഇവിടെ 45നല്ല ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 60. Okay, next question നോക്കാം. A pre-stressed concrete beam of section 120 by 300 mm is used over an effective span of 6000 mm to support a uniformly distributed load of 4 kN per meter, including the self-weight. ഒരു beam ഉണ്ട്, അതിന്റെ span തന്നിട്ടുണ്ട്, UDL തന്നിട്ടുണ്ട്. The beam is pre-stressed by a straight cable carrying a force of 180 kN located at an eccentricity of 50 mm. ഒരു സ്ട്രെയിറ്റ് കേബിൾ വെച്ച് പ്രീസ്ട്രെസ് ചെയ്തിരിക്കുകയാണ്. അത് കിടക്കുന്ന എസെൻട്രിസിറ്റി 50 mm ആണ്. വാട്ട് ഇസ് ദ സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസിങ് ഫോഴ്സ്? അപ്പോൾ ഇവിടെ നമുക്ക് എസെൻട്രിസിറ്റി ഉണ്ടായത് കൊണ്ട് ഡയറക്റ്റ് സ്ട്രെസ്സും ഉണ്ട്, അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ട്. സോ ടോട്ടലി നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്തിൻ്റെയൊക്കെ സമ്മാണ്? ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് നമുക്ക് എന്താണ് ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ. എത്രയാണ് നമുക്ക് ലോഡ്? 180 അല്ലേ? അപ്പം ലോഡ് ബൈ ഏരിയ പ്ലസ് നമുക്ക് എന്താണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോമിൽ എന്താണ് ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ? M/I is equal to sigma by y. ഇതിൽ ബെൻഡിങ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, M/I into y. ഓക്കെ, ഇനി നോക്കാം. ലോഡ് എത്രയാണ് നമുക്ക്? 180 kN ആണല്ലേ? by 120 into 300 plus എമ്മിന് പകരം നമുക്ക് പി ഇൻറ്റു എസെൻട്രിസിറ്റി കൊടുക്കണം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ പിയുടെ വാല്യൂ 180 ഇൻറ്റു 10⁻³ ഇൻറ്റു ഇയുടെ വാല്യൂ 50 ഡിവൈഡഡ് ബൈ ഐ കണ്ടുപിടിക്കാൻ 1 BD³/12 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പകുതി 300 150. What will be the answer? 555.5. (180 into 10⁻³ divided by 12 into 3 into 10⁻³) 60, 20, 30. ആൻസർ എത്രയാണ് വരുന്നത്? 50, ഓപ്ഷൻ ബി. കിട്ടുന്നുണ്ടോ എന്ന് ചെയ്തു നോക്കാം കേട്ടോ. Next question, nominal shear capacity of a bolt is 82335 Newton. What is the design capacity of the bolt if the slip resistance is designated as service load? (82335 Newton ആണ് divided by ഗാമ എത്രയാണ്? 1.1. So 74850. Option B. Next question, consider the following statements related to lug angle. If the main member is an angle, the strength of lug angles and fastener connecting to lug angle to gusset plate should be at least 20% more than the force in the outstanding leg.
ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിലുള്ള ഫോഴ്സിനേക്കാളും 20% കൂടുതലായിരിക്കണം. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ ഫാസ്റ്റനർ കണക്ടിംഗ് ലഗ് ആംഗിൾ ആൻഡ് ദ മെയിൻ മെമ്പർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 40% മോർ ദാൻ ദ ഫോഴ്സ് ഇൻ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ്. പക്ഷെ ലഗ് ആംഗിളും അതുപോലെ തന്നെ മെയിൻ മെമ്പറിനെയും കണക്ട് ചെയ്യുന്ന ഫാസ്റ്റനറിന്റെ സ്ട്രെങ്ത് 40% കൂടുതലായിരിക്കണം. ഹോൾ ഏരിയ ഓഫ് ദ മെമ്പർ ഇസ് നെറ്റ് ഏരിയ റെഡ്യൂസ്ഡ് with the bolt hole. Which of the statements are correct? തന്നെയാണ് 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി 3ഉം കറക്റ്റ് തന്നെ കേട്ടോ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, the maximum size of fillet weld for 20 to 32 mm plate is 3, 5, 6, 8. 6 mm ആണ് വരിക. അപ്പം അതൊന്നും പഠിച്ചു വെക്കുക. 10 mm പ്ലേറ്റ് ആണെങ്കിൽ 3ആണ് മിനിമം സൈസ് കൊടുക്കുക. 10 തൊട്ട് 20 വരെ ആണെങ്കിൽ 5, 20 മുതൽ 32 അല്ല, ആക്ച്വലി 20 തൊട്ട് 32 വരെ 6, പിന്നെ നമുക്ക് പറയാം 32 തൊട്ട് 50 വരെയാണ് 7 mm, സോറി 8 mm. അങ്ങനെ പോകും. ആൻസറോട് 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, a 3-inch parabolic arch AB carries a UDL on the left of the span. If it has a span of 16 meter and center rise of 3 meter, what is the resultant thrust at A? ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ലോഡ് ഉള്ളത്. 30, മൊത്തം 16 മീറ്റർ ആണ്. സോ നമുക്ക് റിയാക്ഷൻസ് ഉണ്ട്. ഇത് എയും ബിയും ഇത് സിയും. അപ്പം RA plus RB is equal to 240 Newton. ഇനി if you are taking moment about any point, MB is equal to 0 കൊടുക്കുകയാണെങ്കിൽ ഇതാണ് RA into 16 is equal to 30 into 8. UDLന്റെ മൊമെന്റ് എടുക്കണ്ടേ. 30 into 8 into ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 4 plus 8, 12. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് യു ഗെറ്റ് RA. കിട്ടും. ഇനി നമുക്ക് ഹൊറസോണ്ടൽ ത്രസ്റ്റ് അറ്റ് A ആണ്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. WL2/16H മതി. Wന്റെ വാല്യൂ 30 into 16 into 16 divided by 16 into 3, 160. സോ എന്ത് ചെയ്യണം, നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിരിക്കും. എയിൽ ഇത് രണ്ടും കൂടെ ഉള്ള റിസൾട്ടൻ്റ് ആയിരിക്കുള്ള. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് HA² പ്ലസ് RA², 180² പ്ലസ് അപ്പോൾ നമുക്ക് 241 കിലോ ന്യൂട്ടൺ. ഓപ്ഷൻ സി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇന്നത്തെ സെഷനകത്ത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
യു ക്യാൻ കമൻറ്റ് ആൻഡ് ആസ്ക്. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചസ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ RRBJയുടെ സിവിൽ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് നമ്മൾ സൂൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ പുതിയ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2 സെഷനിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കണം. കുറച്ചധികം കാൽക്കുലേഷൻ ഉള്ളത് തന്നെ നോക്കിക്കൊണ്ട് പോകണം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ നമ്മുടെ ഫില്ലറ്റ് വെൽഡിൽ വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. ഫില്ലറ്റ് വെൽഡിൻ്റെ ഡിസൈൻ കപ്പാസിറ്റി എത്രയാണ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എസ്പെഷ്യലി നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനകത്ത് അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോ എപ്പോഴും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ റെയിൽവേ പരീക്ഷയിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പിന്നെ ഷിയറിൻ്റെ RCCയുടെ ഷിയറിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്ത് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് മാർക്സ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ ഇൻ സെഷൻസ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ റിലേറ്റഡ് CBT ടു ടയർ 2 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത സെഷനിൽ ഇങ്ങനെയുള്ള സെഷൻസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് വിത്ത് ദ ലൈവ് ക്ലാസ്സസ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.